നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്താകെ ഇപ്പോൾ രണ്ട് വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും പലസ്തീനും തമ്മിലും അതുപോലെ യുക്രൈനും റഷ്യയും തമ്മിലുള്ളതാണ് ഈ യുദ്ധങ്ങൾ. ഇതുവരെ വെടിനിർത്തൽ ഇസ്രായേൽ ഗാസയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഇനിയൊരു യുദ്ധത്തിന് സാധ്യതയുണ്ടോ? ഇറാനും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു യുദ്ധം സംഭവിച്ചേക്കാം. അമേരിക്ക ഇതിനൊപ്പം ചേർന്നാൽ അത് വലിയൊരു മഹായുദ്ധത്തിന് തന്നെ വഴിമാറാം. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ നോസ്ട്രഡാമസ് എന്ന വിശേഷണമുള്ള ഒരു ജ്യോതിഷി ഇപ്പോൾ ഞെട്ടിക്കുന്ന പ്രവചനം നടത്തിയിരിക്കുകയാണ്. ഫ്രഞ്ച് ജ്യോതിഷി നോസ്ട്രഡാമസ് പ്രവചനങ്ങൾ കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ച ആളാണ്. 450 മുതൽ 500 വർഷങ്ങൾ പഴക്കമുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ. ഇപ്പോഴും അതിൽ പലതും ഓരോ കാലഘട്ടങ്ങളിലായി ശരിയായി വരുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഇതേ കാലയളവിലാണ് കൃത്യമായി തന്നെ നോസ്ട്രഡാമസ് പ്രവചിച്ചത്. ലോകത്തെ ആകെ വിറപ്പിക്കുന്ന പ്രവചനമാണ് ഈ ജ്യോതിഷി നടത്തിയിരിക്കുന്നത്. അമ്പരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മൂന്നാം ലോക മഹായുദ്ധമാണ് വരാൻ പോകുന്നതെന്നാണ് ഇന്ത്യൻ ജ്യോതിഷിയും നോസ്ട്രഡാമസ് എന്ന വിളിപ്പേരുള്ള കുശാൽ കുമാർ പറയുന്നത്. നേരത്തെ ഈ പ്രവചനം നടത്തിയിരുന്ന കുശാൽ പറഞ്ഞ ദിവസം തന്നെ ലോകത്ത് വലിയൊരു മഹായുദ്ധം ആരംഭിക്കുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ്. ലോകത്ത് നടക്കാനിരിക്കുന്ന സുപ്രധാന ഇവന്റുകളാണ് ഈ ജ്യോതിഷി പ്രവചിക്കാറുള്ളത്. ഇതെല്ലാം അതിവേഗം വൈറലായിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള യുദ്ധം ശക്തമാകുമെന്നും അതുപോലെ രണ്ട് കൊറിയകളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുമെന്നും ചൈന, തായ്വാൻ, റഷ്യ, നാറ്റോ എന്നിവരെല്ലാം യുദ്ധഭൂമിയിലേക്ക് എത്തുമെന്നും ജ്യോതിഷി പ്രവചിക്കുന്നു. ഇത് ലോകത്തെയാകെ യുദ്ധം പടർത്താൻ ഇടയാക്കും. അങ്ങനെ മൂന്നാം ലോക മഹായുദ്ധം സംഭവിച്ചിരിക്കും. വേദിക് ജ്യോതിഷം ഉപയോഗിച്ചാണ് ഇവ നടക്കുമെന്ന് പറയാൻ സാധിക്കുന്നതെന്നും കുശാൽ കുമാർ പറയുന്നു. ഓരോ ഗ്രഹങ്ങളും രാശിമാറ്റങ്ങളും എല്ലാം ഇതിനായി പരിഗണിക്കും. ഓരോ വ്യക്തിയും കർമ്മത്തെയും അതിനായി ഗണിച്ചു നോക്കും. അതിൽ നിന്ന് വലിയ യുദ്ധം ലോകത്ത് സംഭവിക്കുമെന്നാണ് മനസ്സിലാവുന്നതെന്നും ജ്യോതിഷി പറഞ്ഞു. വെറും ദിവസങ്ങൾ മാത്രമാണ് മൂന്നാമത്തെ ലോക മഹായുദ്ധം നടക്കാൻ ഉള്ളതെന്നും അദ്ദേഹം പറയുന്നു. ജൂൺ 18 യുദ്ധം ആരംഭിക്കും. അത് ചൊവ്വാഴ്ചയായിരിക്കും. ഇനി വെറു ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ അതിന് സാധ്യത മുന്നിലുണ്ട്. ജൂൺ 18 തന്നെയാണ് ഏറ്റവും ശക്തമായ സാധ്യതയുള്ളത്. ജൂൺ 10, 29 എന്നീ തീയതികളിൽ ഇവ സംഭവിക്കാനും സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഏറ്റവും ശക്തരായ സാധ്യത ഈ ദിവസങ്ങളിൽ യുദ്ധം ആരംഭിക്കാനാണ്. പാകിസ്ഥാനിലെ തീവ്രവാദ ആക്രമണങ്ങൾ, ദക്ഷിണ കൊറിയൻ മേഖലകളിലേക്കുള്ള ഉത്തര കൊറിയയുടെ കടന്നുകയറ്റം, ഇസ്രായേലും ലബനാനും തമ്മിലുള്ള സംഘർഷം എന്നിവയെല്ലാം സൂചനകളാണെന്നും ജ്യോതിഷി വ്യക്തമാക്കി. ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടുകയും റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷവുമെല്ലാം ലോകത്തെ കലുഷിതമാക്കിയിരിക്കുകയാണ്. സംഘർഷ സാധ്യത കൂടുതലാവാനും ഇടയുണ്ടെന്ന് ആർക്കും തോന്നാം. നോസ്ട്രഡാമസ് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തിന് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട്. തുറന്ന യുദ്ധവും അതുപോലെ നാവികമായ ആക്രമണവും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടാവുമെന്ന് നോസ്ട്രഡാമസ് പ്രവചിക്കുന്നു. US നാവികസേന ചൈനയ്ക്ക് ഉപരോധം സമുദ്രമാർഗത്തിൽ കൊണ്ടുവന്നേക്കാം. അതിലൂടെ ഇരുശക്തികളും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാമെന്നും പ്രവചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്.